അനക്കം തട്ടാതെ UDFന്റെ ഉറച്ച കോട്ട. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ 18-ൽ 12 സീറ്റ് നേടി UDF തങ്ങളുടെ ആധിപത്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. 2010-ലെ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ മാത്രം വിജയിച്ച LDF 2015-ൽ 5-ഉം 2020-ൽ 7-മായി നില മെച്ചപ്പെടുത്തിയിരുന്നു. ഭരണമുറപ്പിക്കാൻ വേണ്ട കൃത്യം 9 സീറ്റോടെയാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ UDF ഭരണത്തിലെത്തിയത്. ഇത്തവണ വാർഡ് പുനർനിർണയത്തിലൂടെ 2 വാർഡ് വർദ്ധിച്ച് 18 സീറ്റിലേക്ക് മത്സരം നടന്ന പഞ്ചായത്തിൽ ഇടതുമുന്നണിക്ക് നിലവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 1 വാർഡ് കുറഞ്ഞു. വാർഡ് 1 എരിഞ്ഞിപ്പടി, 3 പറയങ്ങാട്, 4 കൗക്കാനപ്പെട്ടി, 7 ചക്കിത്തറ, 17 കല്ലൂർ, 18 തിരുവളയന്നൂർ എന്നിവിടങ്ങളിലാണ് ഇടതുമുന്നണി വിജയിച്ചത്. വാർഡ് 2 കല്ലിങ്ങൽ, 5 കൊച്ചന്നൂർ, 6 പാലക്കുഴി, 8 അഞ്ഞൂർ, 9 വൈലത്തൂർ, 10 കച്ചേരിപ്പടി, 11 പടിഞ്ഞാക്കര വൈലത്തൂർ, 12 നായരങ്ങാടി, 13 വട്ടമ്പാടം, 14 ഞമനേങ്ങാട്, 15 കൊമ്പന്തറ, 16 തെക്കേക്കാട് വാർഡുകളിൽ UDFും വിജയിച്ചു. കടുത്ത മത്സരം നടന്ന വാർഡ് 4 കൗക്കാനപ്പെട്ടിയിൽ CPMന്റെ KS ഷനിലിന്റെ വിജയം ശ്രദ്ധേയമായി. 3-ാം വാർഡിലെ മെമ്പറായിരുന്ന ഷനിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ ആദ്യ 2.5 വർഷവും 2010-15 ഭരണസമിതിയിലും പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന VK ഫസലുൽ അലിയെയാണ് തോൽപ്പിച്ചത്. 84 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷനിലിന്റെ വിജയം. 9-ാം വാർഡ് വൈലത്തൂരിൽ നിന്നും മത്സരിച്ച കഴിഞ്ഞ ഭരണസമിതിയുടെ 2-ാം പകുതിയിലെ പ്രസിഡന്റ് NMK നബീൽ വിജയിച്ചു. മുഖ്യ എതിരാളിയായിരുന്ന LDF പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി VJ ബാബുവിനെതിരെ 54 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നബീൽ നേടിയത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ വൈലത്തൂർ, നായരങ്ങാടി, കൊച്ചന്നൂർ ബ്ലോക്കുകളിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UDF വിജയിച്ചു. വടക്കേക്കാട്, പുന്നയൂർ, പുന്നയൂർക്കുളം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വടക്കേക്കാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ LDFൽ നിന്ന് തിരിച്ചുപിടിച്ചതും മുന്നണിക്ക് നേട്ടമായി. 13-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥി 2-ാം സ്ഥാനത്ത് എത്തിയതൊഴിച്ചാൽ NDA ഇത്തവണയും പഞ്ചായത്തിൽ മുന്നേറ്റമുണ്ടാക്കിയിട്ടില്ല.